ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വൈജയന്തിയെ വിളിക്കാനായി മക്കൾ 3 പേരും വന്നിട്ടുണ്ട്. എന്നിട്ടും വൈജയന്തി പോകാൻ കൂട്ടാക്കുന്നില്ല. അലീന ഇല്ലെങ്കിൽ മാത്രമേ കടപ്പാട്ടൂര് വരികയുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് വൈജയന്തി. അലീന ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വീട് വിട്ട് പോകാമെന്ന് പറയുകയാണ്. എന്നാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. രോഹിത് ദേഷ്യത്തോടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് പൈസയുണ്ടാകും, അതിൻ്റെ അഹങ്കാരമാണ് അമ്മയ്ക്ക്. ഇവിടെ ഒരു അഭയാർത്ഥിയെപ്പോലെ ഇരിക്കുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നൂടെ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആരും തന്നെ ഇല്ല, അത് അമ്മ ഓർക്കണം, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് പോവുകയാണ്. ശിവശങ്കരനും മനുവും ചോദിക്കുന്നുണ്ട് അവരോട്, ഇവിടെ നിന്നും പോകാൻ തീരുമാനിച്ചോ എന്ന്. ബബിത പറയുന്നുണ്ട്, അമ്മയുടെ മുന്നിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾ തോറ്റുപോയി, ഇനിയും ഇവിടെ നിന്നിട്ടെന്താ, ഞങ്ങൾ കടപ്പാട്ടൂർ തന്നെ തിരിച്ചു പോവുകയാണ്, അമ്മ എപ്പോഴാണെന്ന് പറഞ്ഞാൽ വരട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്കിളുടെ വീട്ടിൽ വന്ന് എല്ലാവരും ഒത്ത് നിൽക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ നിന്നു. പക്ഷെ ഒരു വേലക്കാരിയായിട്ടാണ് ഞാനിവിടെ നിന്നത്, ഞാനൊരു വേലക്കാരിയായി നിൽക്കേണ്ടവളായിരുന്നു അങ്കിൾ എന്ന് അലീന ശിവശങ്കരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശിവശങ്കരൻ വിഷമത്തോടെ അതും കേട്ട് നിൽക്കുകയാണ്. ഞാൻ കടപ്പാട്ടൂരിന്ന് പോയി കഴിഞ്ഞാൽ മേഡത്തെ അവിടെ എത്തിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് അവർ കടപ്പാട്ടൂരിൽ പോയി. കടപ്പാട്ടൂർ എത്തിയതും ബാലചന്ദ്രൻ മേനോൻ അവിടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ മേനോൻ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പോയ കാര്യം നടന്നില്ല അല്ലേ? എനിക്കറിയാം നിങ്ങൾ പോയ കാര്യം നടക്കില്ല, അവൾ വരില്ല, അവൾക്ക് ഭയങ്കര വാശിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് അച്ഛാ, ചിലപ്പോൾ വന്നാലോ എന്ന് കരുതി. ഞാൻ ഇവിടുന്ന് പോയാൽ മാത്രമേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ, ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. അലീന റൂമിൽ നിൽക്കുമ്പോൾ രോഹിത് റൂമിലേക്ക് കയറി പോവുകയാണ്. ചേച്ചിയോട് ഒരു സംശയം ചോദിക്കാനുണ്ട്, കോളേജിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ എനിക്ക് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാം, അവർക്ക് എന്നെ അറിയില്ല എന്നുള്ളത്, അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയല്ലേ ചേച്ചിയുടെ അച്ഛനും എന്ന് ചോദിക്കുന്നുണ്ട്. അലീന എന്താ പറയേണ്ടതെന്നറിയാതെ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ രക്തബന്ധമുണ്ട്, അത് അച്ഛൻ്റെ വഴിക്കല്ല എന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി, അറിയാൻ ഉള്ള സമയമാകുമ്പോൾ നീ അറിയും ആ കാര്യം, അപ്പം മാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, എനിക്ക് ചേച്ചി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, ആകെ കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അലീന, ഞാനും രോഹിയും കൂടെ ശരണ്യയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല അവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും രോഹിയെ കാണുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.